നമസ്കാരം. ചന്ദ്രലേഖയുടെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും മെറി ക്രിസ്മസ്. ക്രിസ്മസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് കേക്കുകളും പുതിയ ഡ്രസ്സുകളും ഒക്കെയാണ്. ഇന്ന് ചന്ദ്രലേഖയിൽ നമ്മൾ പരിചയപ്പെടുന്നത് കേക്ക് മേക്കിങ്ങിലും കോസ്റ്റ്യൂം മേക്കിങ്ങിലും എല്ലാം പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള കുറച്ച് സ്ത്രീകളെയാണ്. ഈ സ്ത്രീകളെ നമ്മൾ പരിചയപ്പെട്ട് ഇരിക്കേണ്ടത് തന്നെയാണ്. കാരണം ഒരു ബിസിനസ് രംഗത്ത് ഒരാൾ ശോഭിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഡിഫിക്കൽട്ട് ടാസ്ക്കാണ്. പക്ഷേ ഈ സ്ത്രീകൾ അവരുടെ പാഷനെ ഫോളോ ചെയ്ത് അവരെങ്ങനെയാണ് ഈ രംഗത്തെത്തിയത്, അതുപോലെ തന്നെ അവരുടെ ക്രിസ്മസ് വിശേഷങ്ങളൊക്കെ നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം. ആദ്യം തന്നെ നമുക്ക് കേക്കിലൂടെ തന്നെ തുടങ്ങാം. അപ്പോൾ കേക്ക് ഉണ്ടാക്കുന്ന രണ്ടുപേരാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. ബ്ലസിൽഡ ചേച്ചി, എന്താണ് ക്രിസ്മസിന്റെ വിശേഷങ്ങൾ? ക്രിസ്മസിന്റെ വിശേഷം ഇപ്പോൾ ഈ സമയം എന്ന് പറഞ്ഞാൽ വളരെയധികം തിരക്കേറിയ ടൈമാണ്. കൂടുതലും നമ്മൾക്ക് 3D കേക്ക് ഓർഡേഴ്സ് ആണ് ഇപ്പോൾ കിട്ടുന്നത്. ഇപ്പോൾ ഈ ക്രിസ്മസിൽ ഞാൻ വിചാരിച്ചത് പ്ലംസ് ഇറക്കാനാണ്. പക്ഷേ ഇപ്പോഴും ആൾക്കാർക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് 3D കേക്സിനോടാണ്. അപ്പോൾ 3D കേക്സിനാണ് കൂടുതൽ. അതെ, പല ഷേപ്പിലും, ഇപ്പോൾ സാന്റയുടെ ഷേപ്പിലും സ്നോമാൻ്റെ ഷേപ്പിലും ഒക്കെയാണ് ആൾക്കാർ കൂടുതലും നമ്മളോട് ചോദിക്കുന്നത്. അങ്ങനെ തന്നെ മതി. പിന്നെ വേറെ വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ മീറ്റ് ലോഫ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അത് കേക്കല്ല, ഞാൻ കേക്ക് മാത്രമല്ല ചെയ്യുന്നത്, ഞാൻ കോണ്ടിനെൻ്റൽ ക്വിസീനും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പം മീറ്റ് ലോഫ്സ് ഒരു ഫാഷനായി വരികയാണ് യൂറോപ്യൻ കൺട്രീസിലെ പോലെ തന്നെ. സോ ഇപ്പോൾ പല വെറൈറ്റീസ് നോക്കിക്കൊണ്ടിരിക്കണു അതിൻ്റെ അകത്ത്. ക്രിസ്മസ് ആയിട്ട് ഈ കേക്കിന്റെ കൂടെ തന്നെ പുതിയ പുതിയ ഐറ്റംസ്. അതെ, എന്താണ് ഭാവനയുടെ ക്രിസ്മസ് പ്രിപ്പറേഷൻസ്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത് ഈ തവണ? ക്രിസ്മസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഫുൾ കേക്ക് തന്നെയാണ്. കേക്ക്സ് മാത്രമല്ല, ഇപ്പം ഭാവന പറഞ്ഞ പോലെ തന്നെ പാർട്ടി ഓർഡേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് കേക്ക് മാത്രമല്ല അതിൽ വരുന്നത്, പല വെറൈറ്റീസ് ഉണ്ട്. ആസ് ഐ സെഡ്, മീറ്റ് ലോഫ്സ്, അങ്ങനെ ഒത്തിരി പേര് ഇപ്പോൾ ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. നമ്മളുടെ അടുത്ത് വിളിച്ചിട്ട് ഇന്നത് വേണം എന്ന് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ പ്രത്യേകം പറയും വിളിച്ചിട്ട് ഇതാ വേണ്ടതെന്നൊക്കെ. ഓക്കെ, ഇരിക്കും, അവർ പറയുന്നതൊക്കെ നമ്മൾ എഴുതിയെടുക്കും, അത് വരയ്ക്കും, എന്നിട്ടൊക്കെയാണ് ഇത് അപ്രൂവ് ചെയ്യുന്നത്. അങ്ങനെയാണ് നോർമലി ചെയ്യാറുള്ളത്. പിന്നെ പ്ലംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല വെറൈറ്റിയിൽ നമുക്ക് ചെയ്യാം. നല്ല സൂപ്പർ റിച്ച് ആയിട്ടുള്ള പ്ലം ചെയ്യുന്നുണ്ട്, അല്ല നോർമൽ പ്ലം ചെയ്യുന്നുണ്ട്, മോസ്റ്റ് ആയിട്ട്, അങ്ങനെ വെറൈറ്റി ഓഫ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ ഇപ്പൊ എല്ലാവർക്കും ഇതിനെ പറ്റിയൊക്കെ അറിയാമോ? ലൈക്ക് ഇങ്ങനെ സൂപ്പർ റിച്ച് ആയിട്ട് പ്ലം ഉണ്ടാക്കാൻ പറ്റും? ഐ മീൻ പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരെ ഒരു കടയിൽ പോകുന്നു, ഒരു പ്ലം വാങ്ങുന്നു, അത്രയല്ലേ ഉള്ളൂ. അല്ലാതെ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാൻ അറിയാവുന്ന ടേസ്റ്റർ എപ്പോഴും ഉണ്ടാവും. സാമ്പിൾ കഴിച്ചു നോക്കിയിട്ടാണ് നമ്മളെടുത്ത് ഏത് വേണമെന്ന് അവർ തന്നെ ഡിസൈഡ് ചെയ്യുന്നത്. നമ്മുടെ അടുത്ത് എല്ലാ വെറൈറ്റി ഓഫ് കേക്ക്സും എൻ്റെ കയ്യിൽ എപ്പോഴും സ്റ്റോക്ക് ഉണ്ട്. ഒരു ക്ലയൻറ്റ് വന്ന് ഇരിക്കുമ്പോൾ അവർക്ക് കൊടുക്കാമല്ലോ, ഏത് വെറൈറ്റി വേണോ അവരത് സെലക്ട് ചെയ്യുന്നു. പിന്നെ അവരുടെ തീമും കളർ തീമും അതൊക്കെയാണ് നമ്മൾ പിന്നെ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ ഓരോരോ വെഡിങ്ങിനാണെങ്കിലും അവരുടെ ഡ്രസ്സിനനുസരിച്ചുള്ള കേക്ക്, അതൊക്കെയാണെങ്കിൽ കളർ കോമ്പിനേഷൻ. കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ കളർ കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടമാണ്, റെഡ്, വൈറ്റ്, അങ്ങനെ ബ്രൈറ്റ് കളേഴ്സ് ഒക്കെ. അത് കുട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുന്നത്, അവരാണ് ഏറ്റവും കൂടുതൽ ഐഡിയാസ് നമുക്ക് തരുന്നത്. ദേ ആർ വെരി മച്ച് ഇമാജിനേറ്റീവ്. പിന്നെ അവരിങ്ങനെ ഓരോന്നൊക്കെ കണ്ടിട്ട് പറയും, ഞാൻ അങ്ങനത്തെ ഒരു കേക്ക് കണ്ടായിരുന്നു, എനിക്ക് അതേപോലത്തെ വേണം, അങ്ങനെയൊക്കെ പറയും. പിന്നെ അമ്മമാർ അവരുടെ മക്കളുടെ ഡ്രസ്സിനനുസരിച്ചുള്ള എല്ലാം വെറൈറ്റി ഓഫ് കേക്ക്സ് നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഡ്രസ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്, കേക്ക് വിശേഷം അതിനൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവിടെ ഒരാൾ മിണ്ടാതിരിക്കുന്നുണ്ട്. ജാറ്റോസ്, എന്താണ് ക്രിസ്മസ് ആയിട്ട് സ്പെഷ്യലായിട്ട് ചെയ്യുന്നത്? ക്രിസ്മസ് ആയിട്ട് നമ്മൾ ഇപ്രാവശ്യം വെൽവെറ്റിലാണ് കൂടുതൽ. റെഡ് കളറാണല്ലോ ക്രിസ്മസിന്, റെഡ് വൈറ്റും ആണ് നമ്മൾ നോർമലി എവിടെ ചെന്നാലും കടയിൽ ചെന്ന് കഴിഞ്ഞാലും കാണുന്നത്. അതുപോലെ തന്നെ ഇപ്രാവശ്യം നമ്മൾ പിന്നെ അതുപോലെ ഡാർക്ക് പിങ്കും കൂടെ നമ്മൾ ഇപ്രാവശ്യം ട്രൈ ചെയ്യുന്നുണ്ട്.
അതുപോലെ സിൽവർ, സാധാരണ ഗോൾഡിഷ് ഷെയ്ഡിനെ കഴിഞ്ഞ് നമ്മൾ ഇപ്രാവശ്യം സിൽവർ ട്രൈ ചെയ്യുന്നുണ്ട്. റെഡും ആൻറ്റിക് ഷെയ്ഡുമാണ് ഇപ്രാവശ്യം നമ്മൾ കൂടുതലായിട്ട് ഇറക്കിയിരിക്കുന്നത്. അപ്പം വെൽവെറ്റിൽ എംബ്രോയ്ഡറീസ് ആണ് ഇപ്രാവശ്യം കൊടുത്തിരിക്കുന്നത്. നമ്മൾ സാധാരണ 3D ഫ്ലവേഴ്സൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. 3D ഫ്ലവേഴ്സിനെ കഴിഞ്ഞ് ഇപ്പോൾ കുറച്ച് ഇപ്പം ക്രിസ്മസ് ട്രീ, അതുപോലെ ഇവർ പറഞ്ഞ പോലെ ഞാനിപ്പോൾ ഇവർ കേക്കിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ വിചാരിക്കുമായിരുന്നു സെയിം അതൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ട്. ഇപ്പോൾ ക്രിസ്മസ് ട്രീ അതുപോലെ സ്റ്റാർ ഒക്കെ വെച്ചിട്ട് നമ്മൾ അങ്ങനെ കുറച്ച് ബോട്ടത്തിലൊക്കെ കുറച്ച് സ്റ്റാറിൻ്റെയും അങ്ങനെ എംബ്രോയ്ഡറീസ് ഒക്കെ കൊടുത്തിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് നാൾ മുമ്പ് വരെ സിൽക്ക് അങ്ങനെ ഒരു മെറ്റീരിയലിലേക്ക് കിഡ്സിനെയും കൂടെ കൂട്ടിക്കൊണ്ടു പോകുന്ന ഒരു പേരൻസിൻ്റെ ട്രെൻഡ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം നെറ്റും അതുപോലെ വെൽവെറ്റും അമ്മമാരുടെ ആ ഡ്രസ്സിന് ചേഞ്ചസ് എന്തൊക്കെ വരുന്നോ അതൊക്കെ മക്കളിലും വരുന്നുണ്ട്. ഫാമിലി വൈസ് ആണെങ്കിലും ഇപ്പം പേരൻസ് എന്ത് കളേഴ്സ് ആണോ ഇടുന്നത് എല്ലാവരും ഇപ്പോൾ ഒരു കളർ ബേസ്ഡ് ഒക്കെ ഡ്രസ്സപ്പ് അതുപോലെ ഇപ്പം കളർ ബേസ്ഡ് ആയിട്ട് തന്നെ ക്രിസ്മസിനും ഡ്രസ്സിങ് വേണമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യുന്ന പേരൻസ് ഉണ്ട്. ഇപ്പം വന്നിട്ട് ഞങ്ങളുടെ കളേഴ്സ് ഇതൊക്കെയാണ്, അപ്പം മോനും അല്ലെങ്കിൽ മോൾക്ക് ഇത് തന്നെ വേണം എന്ന് പറഞ്ഞു വരുന്നവരുണ്ട്. അപ്പം ലോ വേസ്റ്റ് ഹൈ വേസ്റ്റ് അങ്ങനെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇപ്പം ഹൈ വേസ്റ്റിലുള്ള ടോപ്പിൽ വരുന്ന ഡ്രസ്സസ്സാണ് കൂടുതൽ പോകുന്നത്. അതുപോലെ തന്നെ നമുക്ക് റെഡ് കളറും വൈറ്റ് കളറും 3D റോസെറ്റ്സ് കൊടുക്കുന്നുണ്ട്, ഡ്രൈ ഫ്ലവർ സെറ്റിങ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ കൂടുതൽ അങ്ങനെ കളേഴ്സാണ് നമുക്കിപ്പം ഈ ട്രെൻഡിൽ പോകുന്നത്. ഇത്തവണത്തെ ക്രിസ്മസിന് എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ആയിട്ട് എടുത്ത് പറയത്തക്ക ഓർഡേഴ്സ് എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട്. ഇത്തവണ എനിക്ക് ഓർഡർ വന്നിരിക്കുന്നത് നമ്മുടെ ഉണ്ണീഷോ ജനിച്ചു വീണത് കാലിത്തൊഴുത്തിലാണല്ലോ. അപ്പോൾ അതിൻ്റെ തീമിലാണ് ചെയ്യാൻ 2 പേര് എന്നോട് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഉണ്ടാക്കി കൊടുക്കണോ? പുൽക്കൂട്ട് ഷേപ്പിലായിരിക്കും കേക്ക് ഇരിക്കുന്നത്. ഓ മൈ ഗോഡ്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ക്രിസ്മസ് ട്രീ ആ രൂപത്തിലും എവറിത്തിങ് ഇസ് 3D ഫോം ആയിട്ട് ഇപ്പോൾ ക്രിസ്മസ് ട്രീ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ വേറെ ഒരെണ്ണം ഒരു വെറൈറ്റി ആയിട്ട് വന്നേക്കുന്നത് സാന്റ ആൻഡ് റെയിൻഡിയേഴ്സ് ഇരിക്കുന്നതായിട്ട്. അതായത് സ്ലേ ആയിരിക്കും കേക്ക്, ബാക്കി നമ്മൾ ഉണ്ടാക്കി വെക്കണം സാന്റയുടെ കൂടെ. ഓക്കെ. അങ്ങനെ. അപ്പോൾ ഇതൊക്കെ എത്ര പ്രിപ്പറേഷൻ കുറേ സമയം എടുക്കും? ഓഫ് കോഴ്സ് ഒത്തിരി ദിവസങ്ങൾ എടുത്ത് ചെയ്യുന്നതാണിത്. ഓക്കെ. മിനിമം അറൗണ്ട് ഒരു ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഒരു പുൽക്കൂട് ഉണ്ടാക്കാനാണെങ്കിൽ മിനിമം ഐ നീഡ് അറൗണ്ട് 3 to 4 days ടൈം. ഓക്കെ. അപ്പോൾ ഭാവനയ്ക്ക് എങ്ങനെയാണ്? എനിക്കിപ്പം മെയിനായിട്ട് വന്നിരിക്കുന്നത് ക്രിസ്മസ് ട്രെയിനാണ്. സാന്റ ഫുൾ പറയുക കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് Gift. വേണ്ടിയിട്ട് ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് വരുന്നത് അതാണ് ഞാനിപ്പോൾ ചെയ്തേക്കുന്നത്. അതിന് കുറേ ഓർഡേഴ്സ് എനിക്കുണ്ട്. സെയിം തന്നെ ഇനി പറഞ്ഞ പോലെ പുൽക്കൂടിന് ഒരു ഓർഡർ എനിക്ക് വന്നിട്ടുണ്ട്. ക്രിസ്മസ് ട്രീ ഓൾറെഡി ഞാൻ ചെയ്ത് കൊടുത്തു, ഡിസൈൻ ചെയ്ത് ഞാൻ കൊടുത്തായിരുന്നു. അതും ഈ പറഞ്ഞ പോലെ കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് വലുതായിട്ടല്ല, കുഞ്ഞതായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അധികവും വെറൈറ്റി ഓഫ് പ്ലംസിൽ കുറച്ച് ഐസിങ് ഒക്കെ ചെയ്ത് കുക്കീസിലൊക്കെ ഐസിങ് ചെയ്ത് ക്രിസ്മസ് തീം ഒക്കെ വെച്ച് പിന്നെ കൊടുക്കുന്നുണ്ട്. ജിഞ്ചർ ബ്രെഡ് മാൻ, ജിഞ്ചർ ബ്രെഡ് ഹൗസ്, അപ്പോൾ അത് അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ കൂടുതലും അവർ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് നമ്മളുടെ അടുത്ത്. പുറത്തുള്ള ഈ പറഞ്ഞ പോലെ UK US അവിടുത്തെ തീംസ് ഒക്കെ ഒരുപാട് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഒരുപാട് ടൈം എടുക്കും ചെയ്യാനായിട്ട്. ഒന്നാമത്തെ കാര്യം അവിടത്തെയും ഇവിടത്തെയും കാലാവസ്ഥകൾ തമ്മിൽ ഭയങ്കര വ്യത്യാസമാണ്. അപ്പം ഞങ്ങൾക്കിത് ഉണ്ടാക്കി എടുക്കണമെങ്കിൽ മിനിമം 3 days അത്രയും പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ശരിയാവാം. അതും വേറൊരു പ്രശ്നം വന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഒത്തിരി അങ്ങ് ക്ലൈമറ്റ് ഒന്ന് ഭയങ്കരമായിട്ടൊന്ന് ചേഞ്ച് ആയാൽ തീർന്നു. പിന്നെ നമ്മളത് ഒന്നേന്ന് വീണ്ടും തുടങ്ങണം. ക്ലൈമറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, എസ്പെഷ്യലി ഇൻ കേക്ക്സ്. പിന്നെ അവിടുത്തെ കുറേ ഡെസേർട്ട്സ് ആണെങ്കിൽ ഇപ്പോൾ പുതിയ 1-2 ഐറ്റം ഞാൻ എൻ്റെ വെറൈറ്റിയിൽ ഞാൻ ചെയ്തു തുടങ്ങിയത്. ഇപ്പോൾ ഒരു ഫാബിയോ എന്ന് പറഞ്ഞ ഒരു ഐറ്റം ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അത് പുഡിംഗ് പോലെയാണ്, ക്രിസ്മസിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു ചോക്ലേറ്റ് ചീസ് സാൻഡ്വിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ കുറേ ഗവേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ക്രിസ്മസ് ന്യൂ ഇയറിന്. ഞാനിപ്പം ക്രിസ്മസ് ന്യൂ ഇയറിന് ഞാൻ വേറെ ഇറക്കിയേക്കുന്നത് ക്രിസ്മസ് ബോംബ്. Christmas bomb. Yeah, don't laugh. Christmas bomb. It's a very എന്താ വായിലിരുന്ന് പൊട്ടോ? പൊട്ടുന്നതല്ല, ആക്ച്വലി ക്രിസ്മസ് ബോംബ് എന്ന് പറയാനായിട്ട് ക്രാക്കേഴ്സ് പോലെ മോസ്റ്റ്ലി ലൈക്ക് യുനോ യുൽ ഹാവ് ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് ഓൾ ദാറ്റ്, വെരി ടേസ്റ്റി. അപ്പോൾ അങ്ങനെ കുറേ ഐറ്റംസ് ഭാവന പറഞ്ഞ പോലെ തന്നെ ഇഷ്ടംമാരെ ഐറ്റംസ് ഇപ്പോൾ ഇതിൽ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുക. എല്ലാവരും ട്രൈ ചെയ്യും. അവർക്ക് ഡിഫറെൻറ്റ് ടേസ്റ്റും ഡിഫറെൻറ്റ് ഈ കാണാനുള്ള ഔട്ടൊക്കെ ഭയങ്കര വ്യത്യാസമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരെന്തായാലും ചോദിക്കും. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഈ ഒരു കേക്ക് ഉണ്ടാക്കാൻ 3-4 ദിവസം എടുക്കുന്നൊക്കെ പറഞ്ഞില്ല, അപ്പം എല്ലാം ഒറ്റയ്ക്ക് തന്നെയാണോ നിങ്ങൾക്ക് ചെയ്യുന്നത്? വേറെ ഒരാളും ഹെൽപ്പ്? എനിക്ക് ഈ നവംബർ ലാസ്റ്റ് തുടങ്ങി ഇനി ജാനുവരി 3 വരെ ഉറക്കമില്ലാത്ത രാത്രി എന്ന് വേണമെങ്കിൽ പറയാം. ഒറ്റയ്ക്ക് സെയിം ഒറ്റയ്ക്കാണ്, ഉറക്കമില്ലാണ്ടായിരുന്നാണ് ചെയ്യുന്നത്.
Okay. സെയിം വേ. കാരണം അഫ്കോഴ്സ് എനിക്ക് ഭാവനയുടെ ഫീലിങ്സ് മനസ്സിലാവും. കാരണം ഐ ടു സെയിം വേ ഉറങ്ങാണ്ട് ഇരുന്നാണ് ചെയ്യുന്നത്. പോലും കഴിക്കാൻ സമയമില്ല. ബിക്കോസ് അത്ര ഹെക്റ്റിക് ആണ് നമ്മൾക്ക്. ഓരോ വർക്കും നമ്മൾ ആൾക്കാരെ സങ്കടപ്പെടുത്തില്ല ഒരിക്കലും. വി വാണ്ട് ദം ഹാപ്പി. നമ്മൾ ആ പറഞ്ഞ ടൈമിന് തന്നെ നമ്മൾ ഡെലിവറി ചെയ്യണം. പിന്നെ ഈ പറഞ്ഞ പോലെ പാഷനാണ്, ഒരിക്കലും ആരും നിർബന്ധിച്ച് ചെയ്യണമല്ല. നമുക്ക് അത്രയും ഇഷ്ടപ്പെട്ട് ഇൻട്രസ്റ്റോട് കൂടിയാണ് ചെയ്യണം. അതുകൊണ്ട് തന്നെ ഉറക്കമില്ലെങ്കിലും ഫുഡില്ലെങ്കിലും ആരുടെ കംപ്ലൈൻറ്റും ഇല്ല. നമ്മളൊരു വലിയ അത് എൻജോയ് ചെയ്യുക. സി വ്യൂവേഴ്സ്, നമ്മുടെ എന്താ പറയുക, നമ്മളൊരു കേക്ക് ഓർഡർ ചെയ്യാൻ നേരത്ത് നമുക്ക് സ്വീറ്റ് ആയിട്ടുള്ളൊരു കേക്ക് കിട്ടും. പക്ഷെ അതിലും സ്വീറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഇത്രയും ഡെഡിക്കേഷനോടുകൂടിയാണ് ഇവരിത് ചെയ്തതെന്ന് പറഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പം ചാറ്റോസ് പറയാം. എനിക്ക് ഹെൽപ്പിങ്ങിന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു സ്ഥാപനമാണ് നടത്തുന്നത്. അവിടെ 20 മെമ്പേഴ്സ് ഓഫ് സ്റ്റാഫ് ഉണ്ട്. അവരാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഞങ്ങൾക്ക് ഒരു ഹാഫ് ആൻ അവർ മതി ഒരു ഉടുപ്പ് ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട്. അത്ര സ്പീഡുള്ള ആൾക്കാരാണ്. നമ്മളൊരു 2000-3000 പീസസ് ആണ് നമ്മൾ സാധാ ഒരു മന്തിൽ ചെയ്യുക. ഇതാവുമ്പോൾ കുറച്ചുകൂടെ കൂടുതൽ ചെയ്യേണ്ടി വരും. അപ്പോഴും അവരും ഇങ്ങനെ തന്നെ പിള്ളേരാണ്. അവർക്ക് അങ്ങനെ ഒരു എല്ലാവരും ഹാർഡ് വർക്കിംഗ് ആണ്. അതാണ് എൻ്റെ ഗ്രൂപ്പിൻ്റെ ഏറ്റവും പ്രത്യേകത. അതുമാത്രമല്ല, അവർ ഡെഡിക്കേറ്റഡ് ആണെന്ന് പറയുന്നത് അവർക്ക് വേണ്ടി ജീവിക്കുന്നവരല്ല. എല്ലാവരും തന്നെ ലേഡീസ് ഉള്ളിയാണ്. അവരെല്ലാവരും മറ്റൊരു ആ ഫാമിലിയിലുള്ള ബാക്കി ആർക്കെങ്കിലും വേണ്ടിയല്ല. ചിലരുണ്ട് അനിയത്തിയെ പഠിപ്പിക്കാൻ വേണ്ടി ജോലി ചെയ്യുന്നവർ. അങ്ങനെ ഒരുപാട് പേരുണ്ട്. അങ്ങനെയുള്ളവരാണ് കൂടുതലും എൻ്റെ കൂടെ ഉള്ളവർ. എപ്പോഴും ജീവിതത്തിൻ്റെ ഭാരങ്ങൾ ഏറ്റെടുക്കുന്നവരാണ്. അത്രയും സ്വീറ്റായിട്ട് അങ്ങനെയുള്ള ഉടുപ്പുകൾ വരുമ്പോൾ, ഓരോ ഉടുപ്പും കാണുമ്പം ഒരിക്കലും ഒരു ഉടുപ്പ് പോലും ഇരുന്ന് പോകാറില്ല. അപ്പം ഞാൻ പറയും, നിങ്ങളുടെ വിയർപ്പിൻ്റെ വിലയായതുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് ഇത് വിറ്റ് പോകുന്നതെന്ന്. ഈ കേക്കിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് ജാറ്റോസിൻ്റെ കാര്യവും. കാരണം അവൾക്കും ഇതുപോലെ തന്നെ ഉറക്കമില്ലാത്ത രാത്രികൾ. അത് ഏതിലാണെങ്കിലും നമ്മൾ കുറച്ച് ഡെഡിക്കേറ്റഡ് ആണെങ്കിൽ നമ്മൾ ശരിക്കും നമുക്ക് ഇഷ്ടമുള്ളൊരു ഫീൽഡാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഇതിൽ അറിയില്ല. ഇപ്പൊ ചിലപ്പം നമ്മൾ കുറെ നേരം കൊടുക്കും. അതില് കുറെ നേരം വർക്ക് ചെയ്ത് കഴിയുമ്പോൾ ആയിരിക്കും അറിയുന്നത്, 4 o'clock ആയിരുന്നു. അതെ, സത്യം, ശരിയാ. ചില ദിവസം ചെയ്ത് എണീക്കുമ്പോൾ ഞാൻ നോക്കും, അയ്യോ 5 മണിയായോ വെളുപ്പിന്, ഇതാണോ? അങ്ങനെ ചിന്തിച്ചു പോകും നമ്മള്. ഉറങ്ങിയിട്ടില്ല, എനിക്കൊന്നും ബ്ലസ് ചെയ്യാതെ ഞങ്ങൾ ഉറങ്ങിയിട്ടില്ല, ഭക്ഷണവും കഴിച്ചിട്ടില്ല ഈ നിമിഷം വരെ ആയിട്ടും. കാരണം ഓർഡേഴ്സ് ഉണ്ടായിരുന്നു. എൻ്റെ ഇവിടെ ഒരു ആൻറ്റി ഉണ്ട് കുക്കിംഗ് ഒക്കെ നിൽക്കുന്നത്. ആൻറ്റി എപ്പോഴും പറയും, മോള് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചയ്ക്ക് ലഞ്ചും ഡിന്നറും ഒക്കെ കൂടെ അവിടെ ഇരിപ്പുണ്ടെന്ന് എപ്പോഴും പറയും. എപ്പോഴും കാണും എൻ്റെ ഇതിൽ എപ്പോഴും അതെല്ലാം നിറഞ്ഞിരിപ്പുണ്ടാകും. അപ്പം നമുക്ക് ഫുഡ് കഴിച്ചില്ല, പക്ഷെ എന്ന് പറഞ്ഞാൽ ഞാൻ അറിയാറില്ല കേട്ടോ, വിശപ്പെന്നുള്ളൊരു സംഭവം ഇല്ല, അത് വരാറില്ല. അത്ര ഡെഡിക്കേറ്റഡ് ആയതുകൊണ്ടിട്ടാണത് അവളത് പറയുന്നത്. ഓക്കെ, നിങ്ങളൊക്കെ ഈ ഒരു ഫീൽഡിലേക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പാഷൻ ഫോളോ ചെയ്യാം എന്ന് തീരുമാനിക്കുന്ന ഒരു ഘട്ടം ഉണ്ടാവുമല്ലോ ലൈഫിൽ, അത് എങ്ങനെയാണ് സംഭവിച്ചത്? അതെന്ന് പറഞ്ഞാൽ ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഞാനും ജാറ്റോസും ക്ലാസ്മേറ്റ്സും കൂടെ ആണ്. ഓൾറെഡി ഫാഷൻ ടെക്നോളജി കഴിഞ്ഞ ആളാണ്. അതെ. അപ്പോൾ ഞങ്ങൾ അവസാനം അവിടെ നിന്ന് പോരുന്ന സമയത്ത് ലൈക്ക് ഇവൾക്ക് ഒരു സ്ഥലത്ത് ജോലിയായി. അപ്പോൾ ലൈക്ക് എന്നെ വിടില്ല, ജോലിക്ക് കെട്ടിക്കാൻ പോവാന്നൊക്കെ പറഞ്ഞിരുന്നു. പാരൻസ് സമ്മതിക്കുന്നില്ലായിരുന്നു ജോലിക്ക് പോകാൻ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ആ സമയങ്ങളിൽ എനിക്ക് എന്താ പറയുക, ഒത്തിരി ടൈം വെറുതെ ഇരിക്കുന്നു. ഞാൻ വെച്ചാൽ ദൈവമേ, എനിക്ക് ഇങ്ങനെ ഇരിക്കാൻ ആണെങ്കിൽ ഞാൻ മടിച്ചിയായി പോകൂലേ എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്ന സമയത്താണ് എൻ്റെ ഹസ്ബൻഡ് ടിഷൻ വർഗീസിൻ്റെ ആലോചന വരുന്നത്. അപ്പോൾ പുള്ളി എന്നെ കെട്ടാൻ വന്നപ്പോൾ, പെണ്ണ് കാണാൻ വന്നപ്പോൾ, കെട്ടാൻ വന്നതല്ല, പെണ്ണ് കാണാൻ വന്നപ്പോൾ ആദ്യമേ എന്നെ പറഞ്ഞ കാര്യം, ലെസി, എനിക്ക് നീ ജോലി ചെയ്യുന്നതിനോട്, പുറത്തു പോയി ജോലി ചെയ്യുന്നതിനോട് താല്പര്യമില്ല. വേറെ ഒന്നുമല്ല, എനിക്ക് എൻ്റെ ചൈൽഡ്ഹുഡിൽ, പുള്ളിയുടെ പപ്പയും മമ്മിയും ഒന്നും അടുത്തില്ലായിരുന്നു. ദേ വെർ ഓൾ വർക്കിംഗ് ഔട്ട് സൈഡ്. മമ്മി ജർമ്മനിയിൽ നഴ്സായിരുന്നു, പപ്പ എൻജിനീയർ ആയിരുന്നു ജർമ്മനിയിൽ തന്നെ. സോ പുള്ളി എപ്പോഴും നാട്ടിൽ ഒറ്റയ്ക്കാണ്. അപ്പോൾ പുള്ളി പറഞ്ഞതെന്ന് വെച്ചാൽ, എൻ്റെ മക്കൾക്ക് അത് അനുഭവിക്കാനുള്ള ഇടവരരുത്, അതുകൊണ്ടിട്ടാണ് പറഞ്ഞത്. പക്ഷേ വീട്ടിൽ ഇരുന്ന് നിനക്ക് എന്തും ചെയ്യാം, അങ്ങനെയുള്ള എന്ത് പ്രൊഫഷൻ വേണമെങ്കിലും നീ തിരഞ്ഞെടുത്തോളം പറഞ്ഞു. സോ ഇങ്ങനെ ഇരുന്ന് ആലോചിച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും പറയാൻ തുടങ്ങി, നന്നായിട്ട് കുക്കിംഗ് ചെയ്യും, കേക്ക് ചെയ്യും, നിനക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ഫീൽഡിലോട്ട് വന്നൂടാ എന്ന് ചോദിച്ചു. അങ്ങനെയാണത് തുടങ്ങിയത്. കല്യാണത്തിന് ശേഷമാണ് ആക്ച്വൽ എന്താ പറയുക, റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് ഹബ്ബിക്കാണ്. ഓക്കെ, അപ്പോൾ ഭാവന എങ്ങനെയാണ് ഇതിലേക്ക് വന്നത്? എൻ്റെ കേസ്, എനിക്കൊരു കുഞ്ഞു ഭാവയുണ്ട്, 1 year 3 months ആയിട്ടുള്ളൂ. അതുവരെ ഡെലിവറിയുടെ തലേദിവസം വരെ ഞാൻ വർക്കിംഗ് ആയിരുന്നു ഒരു കമ്പനിയിൽ. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ മോനെ നോക്കണമല്ലോ, ഈ പറഞ്ഞ പോലെ ഉത്തരവാദിത്തം വീട്ടിൽ. അപ്പോൾ വീട്ടിലിരുന്ന് ഞാൻ കേക്ക് ബേക്ക് ചെയ്തു.
ബേക്ക് ചെയ്ത് കഴിഞ്ഞു, എൻ്റെ ഹസ്ബൻഡ് കഴിച്ചു. അങ്ങനെ പുറത്തൊക്കെ ഫ്രണ്ട്സിനൊക്കെ അങ്ങനെ നമ്മൾ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. പിന്നെ ആ ഒരു ഗ്രൂപ്പിൽ എനിക്ക് ഓർഡേഴ്സ് കിട്ടി തുടങ്ങി. അങ്ങനെയാണ് ഞാനത് ചെയ്തു തുടങ്ങി. അപ്പം എപ്പോഴും ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻ ആണെങ്കിൽ അവിടെ ഒരുപാട് പേര് ഗ്യാദർ ചെയ്യുന്നതാണല്ലോ. അവർ കഴിച്ചിട്ട് അവരുടെ അടുത്തുനിന്ന് ഓർഡർ കിട്ടി തുടങ്ങി. ഓക്കെ, അവർക്ക് ഇഷ്ടപ്പെടുന്നു, കേക്ക് ഇഷ്ടപ്പെടുന്നു എന്ന് കണ്ടപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തു. ഇപ്പം എനിക്ക് അഡ്വർടൈസ്മെൻറ്റോ ഒന്നുമില്ല, ഈ പറഞ്ഞ പോലെ അവരാണ് എനിക്ക് റെഫറൻസസും കാര്യങ്ങളൊക്കെ തരുന്നത്. എവിടെയും പോയി പഠിച്ചതോ ഒന്നുമല്ല, വീട്ടിൽ. ഞാൻ ചോദിക്കാൻ വരുമായിരുന്നു, നിങ്ങൾ അപ്പോൾ രണ്ടുപേരും ബേക്കിംഗ് ഒന്നും പഠിക്കാതെയാണ്? അതെ, പഠിക്കാതെയാണ്. ഞങ്ങൾക്കെല്ലാം ഞങ്ങളുടെ അഡ്വർടൈസ്മെന്റ് എന്ന് പറഞ്ഞാൽ വേർഡ് ഓഫ് മൗത്ത് ആണ്. ഓക്കെ. ഇവരുടെ കേക്ക് കഴിച്ചവര് സന്തുഷ്ടരായ കേക്ക് കഴിച്ച കസ്റ്റമേഴ്സ്. ഇതിൽ വേറൊരു ഹാപ്പി കാര്യം കൂടെ പറയാനുള്ളതെന്ന് വെച്ചാൽ ഞാനും ഭാവനയും തമ്മിൽ അറിയും. ഞങ്ങൾ ബേക്കിംഗ് തുടങ്ങിയ കാലം തൊട്ട് ഞങ്ങൾ ക്ലോസ് ഫ്രണ്ട്സ് ആണ്. പറഞ്ഞു വരുമ്പോൾ ഇവർ 3 പേരും ഫ്രണ്ട്സ് ആണ്. ഇപ്പം കൊച്ചിയിലൊക്കെ നോക്കുവാണെങ്കിൽ ഒരുപാട് ആൾക്കാർ ബേക്ക് ചെയ്യുന്നുണ്ട്, ഒരുപാട് ആൾക്കാർ ഡ്രസ്സ് മേക്കിങ്ങിലേക്കൊക്കെ വരുന്നുണ്ട്. അപ്പം നിങ്ങൾ ഈ ഒരു ഫീൽഡിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ സ്ട്രാറ്റജീസ് ആണ്, അല്ലെങ്കിൽ എന്തൊക്കെ അപ്ഡേഷൻസ് ആണ് നിങ്ങൾ ചെയ്യുന്നത്? ഞാനും മെയിനായിട്ട് കസ്റ്റമറുടെ സാറ്റിസ്ഫാക്ഷനാണ് മെയിനായിട്ട് നോക്കുക. പിന്നെ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഐറ്റംസേ കൊടുക്കാറുള്ളൂ. അവർക്ക് കേക്ക് വേണമെങ്കിൽ നമുക്ക് ബേക്കറിയിൽ പോയാലും എല്ലാം കിട്ടും. പക്ഷെ ഹോം ബേക്കിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ എനിക്കൊരു കുഞ്ഞു ഭാവിയുള്ള അവന് കഴിക്കാൻ പറ്റുന്ന അതേ ഐറ്റം തന്നെയാണ് ഞാൻ പുറത്തുള്ള. അവർക്കും വീടുകളിൽ കുഞ്ഞുങ്ങളും എല്ലാവരും ഉള്ളതാണ്. അങ്ങനെയാണ് ഞാൻ മെയിനായിട്ട് ശ്രദ്ധിക്കാറുള്ളത്, അതാണ്. പിന്നെ ഈ പറഞ്ഞതുപോലെ ക്ലയൻസിന് ഹൈജീനായിട്ട് കൊടുക്കാൻ എപ്പോഴും നോക്കാറുണ്ട്. ഈ പറഞ്ഞ പോലെ ബേക്കറി എനിക്കറിയില്ല, ഞാൻ ആരെയും കുറ്റം പറയുന്നതല്ല, എനിക്കറിയാം എൻ്റെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് എപ്പോഴും പറയാറുണ്ട്, എപ്പോഴും നീറ്റായിട്ടേ ഞാൻ സാധനങ്ങൾ കൊടുക്കാറുള്ളൂ. വീട്ടിലാണെങ്കിൽ ഉണ്ടാക്കുമ്പോഴും പോലും ഭയങ്കരമായിട്ട് വൃത്തി ഞാൻ നോക്കാറുണ്ട്. പിന്നെ അവരുടെ ടേസ്റ്റ്, ഓരോരുത്തർക്കും ഓരോരോ ടേസ്റ്റ് ആയിരിക്കും. ഞാൻ എപ്പോഴും അവരുമായിട്ട് ഡിസ്കസ് ചെയ്യും, ഏതാണ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ളത്. ഓരോരുത്തർക്കും ഓരോരോ ഫ്ലേവർ ആയിരിക്കും ഇഷ്ടം. ചിലവരിപ്പം ഒന്നാമത്തെ മെയിൻ ഇഷ്യൂ ഷുഗർ പേഷ്യൻസ് ആണ് കുറേ പേര്. അപ്പം അതിനനുസരിച്ചുള്ള കേക്ക്സും നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പോൾ ഷുഗർ പേഷ്യൻസിനൊക്കെ എന്താ ചെയ്യാം? ഷുഗർ ഫ്രീ ഷുഗറാണ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ ഹണി വെച്ചിട്ടുള്ളത് ഞാൻ യൂസ് ചെയ്യാറുണ്ട്, ജാഗ്രി യൂസ് ചെയ്യാറുണ്ട്. എനിക്ക് ഭാവന പറഞ്ഞ പോലെ തന്നെ പറയാനുള്ളൂ, മെയിൻ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ നോക്കുന്ന പറഞ്ഞാൽ ഡെലിവറി ഓൺ ടൈം, ക്വാളിറ്റി, അത് ഒരിക്കലും കോംപ്രമൈസ് ചെയ്യില്ല. അത് കോംപ്രമൈസ് ചെയ്താലും നമ്മളെപ്പോൾ താഴെ പോയിന്ന് ചോദിച്ചാൽ മതി. പിന്നെ ഈ പറഞ്ഞ പോലെ ഏറ്റവും നല്ല ഫിനിഷിലാണ് നമ്മൾ കൊടുക്കുന്നത്. ഹൈജീൻ, ദാറ്റ്സ് വാട്ട്, ഏറ്റവും വൃത്തി. കാരണം ഒരു ചെറിയ ഇപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ ഒരു കാര്യം പറയാം, നമ്മൾ കേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഞാനൊരു ചോക്ലേറ്റ് കേക്കാണ് ചെയ്യുന്നത്. ഓക്കെ, ചോക്ലേറ്റ് കേക്കിൻ്റെ ചോക്ലേറ്റ് ഐസിങ് ഞാൻ പരത്തുന്ന സമയത്ത് ചിലപ്പോൾ ആ ചോക്ലേറ്റിൻ്റെ ഒരു കട്ട അലിയാണ്ട് അവിടെ കിടന്നാൽ തീർന്നു. കസ്റ്റമർ വോണ്ട് ടേക്ക് ദാറ്റ്. ഏറ്റവും മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യം, ഒരു മുടി നമുക്ക് എല്ലാവർക്കും മുടിയുണ്ടാവും. നമ്മൾ സ്പെഷ്യലി ലേഡീസ് നമുക്ക് മുടി ഉള്ളതാണ്, നമ്മൾ വളരെയധികം കെയർഫുൾ ആയിരിക്കണം. ബ്ലസ്സി ചേച്ചിക്ക് കുറേ മുടിയുണ്ട്. അതുകൊണ്ടിട്ട് തന്നെ മുടി കെട്ടി വെച്ച് ഒരു ക്യാപ്പും കൂടെ ഇട്ടിട്ടാണ് ഞാൻ ചെയ്യാൻ നിൽക്കുന്നത്. കാരണം ഒരു ചെറിയ മിസ്റ്റേക്ക് തന്നെ നമ്മുടെ കംപ്ലീറ്റ് ബിസിനസ്സിനെ തകർക്കും. സോ അത്രയും കെയർഫുൾ ആയിട്ടാണ് ചെയ്യുന്നത്. എനിക്കും ക്വാളിറ്റിയുടെ കാര്യം പറയാനുണ്ട്, അതുപോലെ ഡെലിവറി ഓൺ ടൈം. അങ്ങനെ അല്ലെന്നുണ്ടെങ്കിൽ ആ ബിസിനസ് നമ്മുടെ കയ്യിൽ നിന്ന് പോകും. ബിസിനസ് പോകുക എന്നുള്ളതല്ല നമ്മുടെ ബുദ്ധിമുട്ട്, നമ്മൾ നന്നായിട്ട് കൊടുത്ത് നമ്മുടെ ഡ്രസ്സ് ഇട്ട് കാണാൻ പറ്റുന്ന ഒരു ഏരിയ. ഇപ്പം നമ്മൾ അവസരം ഇപ്പം എറണാകുളത്ത് കൊടുക്കുന്ന ഒരു കസ്റ്റമർ അത് വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഏരിയയിലുള്ള കുട്ടികളുടെ നമ്മൾ റോട്ടിൽ കൂടെ വണ്ടി ഓടിച്ച് പോകുമ്പോൾ കാണാൻ പറ്റും നമ്മളുടെ ഡ്രസ്സൊക്കെ പിള്ളേരിട്ടോ. അപ്പോൾ നമുക്കൊരു ഭയങ്കര സംതൃപ്തിയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ അവരറിയുന്നില്ലല്ലോ നമ്മളാണ് കൊടുത്തതെന്ന് വെച്ചാൽ, നമ്മൾ ഷോപ്പുകൾക്കാണ് കൊടുക്കുന്നത്. അപ്പം അവരറിയുന്നില്ല നമ്മളാ കൊടുത്തെന്നുള്ളത്. അപ്പം കാണുമ്പോൾ നമുക്കൊരു വലിയൊരു ഇതാണ്. ജാറ്റോസിന്റെ കാര്യം പറയുമ്പോൾ അങ്ങനെ ഒരു സാറ്റിസ്ഫാക്ഷനും കൂടെ ഉണ്ടല്ലോ അല്ലേ? ഞങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് കേട്ടോ. എന്താ കാര്യം എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, ഇത് കുറ്റായിട്ട് പറഞ്ഞതല്ല. ആക്ച്വലി നമ്മളുടെ കേക്ക് ഒരാൾ കഴിച്ചു, അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയ ക്വിസീൻ എന്തോ ആവട്ടെ, എന്ത് റെസിപ്പി ആവട്ടെ, മീറ്റ് ആവട്ടെ, പുഡിംഗ് ആവട്ടെ, ഐസ്ക്രീം ആവട്ടെ, എന്തോ ആവട്ടെ, അത് ടേസ്റ്റ് ചെയ്ത ഒരാൾ വന്നിട്ട് പറയാ ഇറ്റ് വാസ് വെരി ടേസ്റ്റി, എന്തൊരു സംതൃപ്തിയാണെന്നറിയോ അത്. ഹാർഡ് വർക്ക് ചെയ്തിട്ട്. അതുകൊണ്ടിട്ട് തന്നെയാ ഞാൻ നേരത്തെ പറഞ്ഞത് ഞങ്ങളുടെ വേർഡ് ഓഫ് മൗത്ത് ആണ് ഏറ്റവും വലിയ ഞങ്ങളുടെ അഡ്വർടൈസ്മെന്റ്. ഞാനാണെങ്കിൽ വെഡിങ് കേക്ക് ചെയ്തു. അപ്പൊ ഞാനിങ്ങനെ അവിടെ അവര് വെഡിങ് കേക്ക് കട്ട് ചെയ്തിട്ട് അവരവിടെ ടേബിളിൽ കൊണ്ടുവച്ചു.
ഡെസേർട്ട് ടേബിളിൽ കൊണ്ടുവച്ചു. ഞാനിങ്ങനെ എവറി 10 minutes നോക്കും. അപ്പൊ അവിടെ നിന്ന് ഇങ്ങനെ എല്ലാവരും കൂടെ ഇങ്ങനെ ഓരോരോ കഷ്ണം വെച്ച് കഴിച്ചോണ്ടിരിക്കുന്നത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ആ കേക്ക് ഇങ്ങനെ തീർന്ന് നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ഓഫ്കോഴ്സ് നമ്മളും ഉണ്ടാവുമല്ലോ ആ ഫംഗ്ഷൻ. അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അവരിങ്ങനെ കട്ട് ചെയ്ത് കഴിക്കുന്ന കാണാൻ ഭയങ്കര. എനിക്ക് ആ കാര്യത്തിൽ തീർന്നുകൊണ്ടിരിക്കുന്നതല്ല, അവർ ലോങ് ടൈം ഓടിപ്പിടുന്ന അത്രയും ക്വാളിറ്റി ഉണ്ടായിരുന്നു പ്രൂവ് ചെയ്യാണല്ലോ അതുകൊണ്ട്. ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട്, ഞാനൊരു കേക്ക് മേലെ ഞാനൊരു ബേബിയെ ചെയ്ത് വെച്ചിട്ട് ഒരു 3D കേക്കായിരുന്നു. ഈ കുഞ്ഞുമാവനെ ഉണ്ടാക്കിയിട്ടില്ല. എനിക്ക് ഭയങ്കര സങ്കടം. ഞാൻ അവന് ട്രൗസറോ നിക്കറോ ഒന്നും ഇട്ടില്ല. അപ്പോൾ അവരൊരു കുഞ്ഞു പൂ വെച്ച് കൊടുത്തു. അത് നല്ല ക്യൂട്ടാ. പക്ഷേ ആ കസ്റ്റമർ ആ കേക്ക് കൊണ്ടുപോയിട്ട് ഇന്നും വിളിക്കുമ്പോൾ അവരെന്നെ ഇപ്പോൾ ഭയങ്കര ഫ്രണ്ട്സാണ് ഞങ്ങൾ. അപ്പോൾ ഇപ്പോൾ ഇന്നും വിളിക്കുമ്പോൾ പറയാൻ വേണ്ടി ഇന്നും ഫ്രീസറിൽ നിൻ്റെ കുഞ്ഞുമാവ ഇരിപ്പുണ്ട്. അവർക്ക് അത്രയും എന്താ പറയുന്നത് സ്നേഹമാണ്. അതുകൊണ്ടിട്ട് തന്നെ ഞങ്ങൾ കേക്ക് ബേക്കേഴ്സ് പ്രധാനമായിട്ടും ഞങ്ങൾ ശ്രദ്ധിക്കുന്നത് ഒരാളെ പരിചയപ്പെട്ടു, റിലേഷൻ അവിടെ കട്ട് ചെയ്യില്ല, ആ റിലേഷൻ കീപ്പ് ചെയ്യുകയാണ് ഞങ്ങൾ ചെയ്യുന്നത്. സെയിം വേജാറ്റോസ് അല്ലേ? അതെ. അതെപ്പോഴും നമുക്ക് അതുപോലെ അവരായിട്ടുള്ള റിലേഷൻ്റെ ആ ഒരു ഡെപ്ത് കൂടുമ്പോഴാണ് നമുക്ക് ഫ്രീ ആവാൻ പറ്റുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മളോട് വന്നിട്ട് ഇപ്പോൾ റഷായിട്ടും അവർക്ക് പറയാം ഇത് ശരിയായില്ല, തെറ്റിപ്പോയി, അല്ലെങ്കിൽ ഇത് നല്ലതായിരുന്നു എന്ന് പറയാം. അപ്പം അവർക്ക് നമ്മളെ കൂടുതലായിട്ട് അടുത്തിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് പറയാൻ പറ്റും ഇത് ഇച്ചിരി തിരുത്തുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് പറഞ്ഞാൽ നമുക്കും അത് നല്ലതാണ്. കാരണം വെച്ചാൽ നമ്മുടെ കയ്യിൽ നിന്ന് ഈ ഒരു കസ്റ്റമർ മാത്രമല്ല വാങ്ങിക്കൊണ്ട് പോകുന്നത്, ബാക്കിയുള്ളവർക്കും നമുക്ക് അത്രയും നല്ലൊരു പ്രൊഡക്റ്റ് കൊടുക്കാൻ പറ്റും. ഞാനിപ്പം 3 ഓൺട്രപ്രനേഴ്സിനോട് സംസാരിക്കാൻ വരുന്നു എന്ന് വിചാരിച്ചപ്പോൾ തന്നെ ഒരു സീരിയസ് ഒരു ടോക്കായിരിക്കും ഞാൻ എക്സ്പെക്റ്റ് ചെയ്തത്. പക്ഷേ ഇത് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് ശരിക്കും പഴയൊരു ഫ്രണ്ട്സിനെ കണ്ട് സംസാരിക്കുന്ന പോലെ തന്നെ, അതേസമയം വളരെ ഇൻസ്പയറിംഗ് ആയിട്ട് നമ്മുടെ വ്യൂവേഴ്സിനോട് സംസാരിച്ചതിന് ഒരുപാട് സന്തോഷമുണ്ട്. ഈ ക്രിസ്മസ് എന്താ പറയുക, നല്ല ഒരു അനുഭവമായിട്ട് മാറട്ടെ. അതോടൊപ്പം തന്നെ ഒരുപാട് ഓർഡേഴ്സ് കിട്ടട്ടെ, ബിസിനസ്സിൽ ഒരുപാട് ഉയരങ്ങളിലേക്ക് കടക്കാൻ നിങ്ങൾ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് ക്രിസ്മസ് സ്പെഷ്യലായിട്ട് ബ്ലെസ്സിൽഡ ചേച്ചി കേക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് കേക്കൊക്കെ കട്ട് ചെയ്ത് ചന്ദ്രലേഖയുടെ ഈ എപ്പിസോഡ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. We wish you a Merry Christmas. We wish you a Merry Christmas. We wish you a Merry Christmas and a Happy New Year. Thank you. അപ്പോൾ ചന്ദ്രലേഖയുടെ എല്ലാ പ്രേക്ഷകർക്കും മധുരം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ.